Hi everyone, we are going to take the last part of our chapter, The Best Investment I Ever Made. The Best Investment I Ever Made എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ പ്രവേശിക്കുക. ഓക്കെ, ഇപ്പോൾ സൂസൈഡ് കേസിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡോക്ടറെ പോലീസ് സർജൻറ്റും ലാൻഡ് ലേഡിയൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, 12th പാരഗ്രാഫ്. ഓൾസോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എന്താണ്, അദ്ദേഹത്തിന് ജീവനില്ല. ആർക്ക്? നമ്മുടെ സൂസൈഡ് കേസിൽ അകപ്പെട്ട ആൾ. There remained the barest chance, ഒരു കുറഞ്ഞ barest അല്ലേ, കുറഞ്ഞ a small chance for what the youth was not quite beyond recall. തൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കുറഞ്ഞ ചാൻസ് മാത്രമേ ആർക്കുള്ളൂ നമ്മുടെ ആ സൂസൈഡ് കേസിൽ അകപ്പെട്ട സൂസൈഡ് വിക്ടിമിനുള്ളൂ കേട്ടോ. സൂസൈഡ് വിക്ടിം അല്ലേ. വിത്ത് ദ സർജൻസ് ഹെൽപ്പ്, നമ്മുടെ പോലീസുകാരൻ്റെ സഹായത്തോടെ I began the work of resuscitation. With the help of the police surgeon, he began the work of resuscitation. And the resuscitation എന്ന് പറഞ്ഞാൽ എന്താ? Emergency procedure to revive someone to consciousness. ഒന്നുമില്ല, ബോധം കെട്ട് കിടക്കുന്ന ആളെ വീണ്ടും എന്ത് ചെയ്യുക, തിരിച്ച് ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഡോക്ടർമാരൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. എന്താണ്? ചെസ്റ്റ് അമർത്തി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജനൊക്കെ കൊടുക്കും. അതാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ഡോക്ടർ ചെയ്യുന്നത്. Then for an entire hour we labored without success. ഒരു മണിക്കൂറോളം എന്ത് ചെയ്തു ഇവർ തന്നെ, അതായത് സൂയിസൈഡിൽ അകപ്പെട്ട ആളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മെനക്കെട്ടെങ്കിലും വിതൗട്ട് സക്സസ് ആയിരുന്നു. അത് എന്താണ്? ഫലം കണ്ടില്ല. Despite our most strenuous exertions, it appeared useless. Despite അല്ലേ, ഇങ്ങനെയാണെങ്കിലും എന്താണ്? our most strenuous exertions എന്ന് പറഞ്ഞാൽ എന്താണ്? needed great effort അല്ലെ, വലിയ അധ്വാനം അല്ലേ, കഠിന അധ്വാനം, വലിയ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ അധ്വാനിച്ചിട്ടുണ്ട്. strenuous exertion എന്ന് പറഞ്ഞാൽ പരമാവധി അധ്വാനിച്ചിട്ടുണ്ട്. എന്തിന്? തന്നെ ആ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ആരെ? the suicide victim. ഓക്കെ, suicide victim. It appeared useless. പക്ഷെ എന്താണ്? അത് ആകെ യൂസ്ലെസ് ആയിട്ട് മാറി. Then as we were about to give up, അപ്പോൾ ഇവരെന്താണ്? തന്നെ ബോധം എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ്? ഇവർ ഗിവ് അപ്പ്, ഇവർ കീഴടങ്ങാൻ തീരുമാനിച്ചു. ആര്? നമ്മുടെ 3 പേര് അല്ലേ, സൂസൈഡ് കേസിലാകപ്പെട്ട ആളെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കുറേ എന്ത് ചെയ്തു അവർ മെനക്കെട്ടെങ്കിലും they are going to give up while the time completely exhausted. ഇവരാകെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷീണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്ലി exhausted എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ടയേർഡ്. ഓക്കെ, they broke from the patient a shallow convulsive gasp. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? കൺവൾസീവ് ഗ്യാസ്പ് അല്ലേ, പെട്ടെന്ന് എന്താണ് അയാൾക്ക് ശ്വാസം അങ്ങോട്ട് വന്നു. കൺവൾസീവ് ഗ്യാസ്പ് അല്ലേ. കൺവൾസീവ് എന്ന് പറഞ്ഞാൽ സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ. കൺവൾസീവ് മീൻസ് സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ. ഓക്കെ, ഗ്യാസ്പ് പറഞ്ഞാൽ ക്വിക്ക് ഡീപ് ബ്രെത്ത്സ് അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ബോധം വരാൻ ഇങ്ങനെ ബോധം കെട്ട് കിടക്കും പെട്ടെന്ന് അല്ലേ, അങ്ങനെ ബോധം പോയി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജൻ കൊടുക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ പെട്ടെന്ന് നെയ്ച്ചിട്ട് പറയില്ലേ, അതുപോലെ എന്ത് ചെയ്തൊരു സംഭവം അവിടെ നമ്മൾ സൂസൈഡ് കേസിലാകപ്പെട്ട ആൾക്ക് ഉണ്ടായി. ദെൻ half an hour of redoubled efforts and we had the youth sitting up. redoubled അല്ലേ, എന്താണ്? ഇരട്ടി അധ്വാനം. എന്ത് ചെയ്തു? നേരത്തെ ചെയ്തതിനേക്കാൾ ഇരട്ടി അധ്വാനത്തിന് ശേഷം അല്ലേ അവരെന്ത് ചെയ്തു? ആ യൂത്തിനെ, ആ സൂയിസൈഡ് വിക്ടിമിനെ എന്ത് ചെയ്തു? അവർ നേരെ ഇരുത്തി. Then gazing at us dazedly അല്ലേ, gazing at us dazedly, the youth gazed them dazedly എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിഭ്രാന്തിയോടെ അല്ലേ, ആകെ എന്താണ്? അന്തം വിട്ടുകൊണ്ട് അല്ലേ എന്ത് ചെയ്യാണ് നമ്മുടെ യൂത്ത് അവരൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുക അല്ലേ, എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായ എന്നിങ്ങനെ നോക്കുകയാണ്. Slowly he seemed to be realizing the horror of his situation. സാവകാശം അല്ലേ, he realized the horror of his situation. തൻ്റെ അവസ്ഥയുടെ ഭീകരത, ഹൊറർ അല്ലേ, ആര് തിരിച്ചറിഞ്ഞു? നമ്മുടെ യൂത്ത് തിരിച്ചറിഞ്ഞു. ഓക്കെ, as he regained his strength, തനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പോൾ he told us his story. അവനെന്ത് ചെയ്തു? അവൻ്റെ കഥ ഞങ്ങളോട് പറഞ്ഞു. ആരോട്? to the doctor, the police surgeon and landlady. ഓക്കെ, his parents were dead. രക്ഷിതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. An uncle had found him a position as clerk in a London solicitor's office.
അല്ലേ? ലണ്ടനിലെ ഒരു സോളിസിറ്റേഴ്സ് ഓഫീസ്, ഒരു വക്കീൽ ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ അങ്കിൾ അവനെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. He had been in the city only 6 months. ആ സിറ്റിയിൽ വന്നിട്ട് ആകെ എന്തായിട്ടുള്ളൂ? 6 മാസമേ ആയിട്ടുള്ളൂ. Utterly friendless, തികച്ചും നോ ഫ്രണ്ട്സ് അല്ലേ? ആ ഒരു ചങ്ങാത്തമൊന്നുമില്ലാത്ത ഒരൊറ്റപ്പെട്ട ജീവിതമായിരുന്നു ആർക്കും ഉണ്ടായിരുന്നത്? നമ്മുടെ യൂത്തിന്, ഈ സൂസൈഡ് വിക്ടിമിന് ഉണ്ടായിരുന്നത്. ഓക്കെ. He had fallen companions and like a young fool eager to taste pleasure far beyond his means. അല്ലേ? സോറി. He had fallen victim to the loose society of the streets, had made bad companions, and like a young fool eager to taste pleasure far beyond his means had begun to bet on horses. He had fallen victim the loose society, അല്ലേ? മോശമായ ഒരു സമൂഹത്തിലെ ഒരു ഇരയായിട്ട് ആര് തീർന്നു? നമ്മുടെ ആള് തീരാൻ. ഹി ഹാഡ് ഫാലൻ, അല്ലേ? ഇരയായി തീർന്നു. ഹാഡ് ഫാലൻ വിക്ടിം, ഇരയായി തീർന്നു. എങ്ങനെ? മോശമായ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടു ആര്? നമ്മുടെ ഈ യൂത്ത്, യങ് മാൻ. ഓക്കെ. ദെൻ ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ്, ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായി. ലൈക്ക് എ യങ് ഫൂൾ, ഒരു ചെറുപ്പക്കാരനായ വിഡ്ഢിയായിട്ട് ആര് മാറുകയാണ്? നമ്മുടെ ആള് മാറി. ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്, തൻ്റെ വരുമാനത്തേക്കാൾ ഉള്ള സുഖം അനുഭവിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവന് പല വൃത്തികേടിലും അകപ്പെട്ടു. ഓക്കെ. ബിയോണ്ട് ഹിസ് മീൻസ് പറഞ്ഞതാണ് തൻ്റെ വരുമാനത്തിനപ്പുറമാണ് എന്ത് ചെയ്യുന്നത്? തന്നെ പ്ലഷർ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്. പ്ലഷർ മീൻസ് എന്താണ്? പ്ലഷർ, ഹാപ്പിനെസ്, സന്തോഷം. ഓക്കെ. ഹാഡ് ബിഗൻ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്, കുതിരപ്പന്തയം നടത്തി. Soon he had lost all his small savings, had pledged his belongings, and owed the bookmaker a disastrous amount. അല്ലേ? പിന്നെ ഇതിലെന്താ സംഭവിച്ചത്? Soon he had lost all his small savings, തൻ്റെ ചെറിയ സേവനങ്ങളെല്ലാം തനിക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. had pledged his belongings, തൻ്റെ കൈവശമുള്ളതൊക്കെ എന്ത് ചെയ്തു? pledged എന്ന് പറഞ്ഞതാണ് പണയം വെച്ചു. and owed the bookmaker a disastrous amount, അങ്ങനെ കുതിരപ്പന്തയം വെച്ചിട്ട്. ബുക്ക് മേക്കർ എന്ന് പറഞ്ഞതാണ് ഹോഴ്സ് ബെറ്റിംഗ്. ഹോഴ്സ് ബെറ്റിംഗ് ആണ് എന്ത് പറയുക? ഹോഴ്സ് റേസ് ബെറ്റിംഗ്. അപ്പോൾ കുതിരപ്പന്തയം വെക്കുക എന്ന് പറയില്ല. കുതിര മത്സരത്തിന് എന്ത് ചെയ്യുക? പന്തയം വെക്കുക. ഇതിലൊക്കെ പെട്ടിട്ട് എന്ത് ചെയ്തു? ഡിസാസ്ട്രസ് എമൗണ്ട് തനിക്ക് എന്ത് ചെയ്തു? ഒരു ബാധ്യതയായിട്ട്, അല്ലേ, മാറി. ആർക്ക്? നമ്മുടെ ആൾക്ക്. ഓക്കെ. ഡിസാസ്ട്രസ് എമൗണ്ട്. ഇൻ ആൻ എഫേർട്ട് ടു റിക്കവർ ഹി ഹാഡ് ടേക്കൺ, അല്ലേ? എന്താണ്? ഇൻ ആൻ എഫേർട്ട് ടു റിക്കവർ, അത് തിരിച്ചെടുക്കാൻ വേണ്ടി തനിക്ക് വന്ന പൈസ, തനിക്ക് നഷ്ടപ്പെട്ട പൈസ എന്താണ്? തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റിക്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടപരിഹാരം. റിക്കോപ്പ് മീൻസ് നഷ്ടപരിഹാരം. ടു ബാക്ക് ആൻ എമൗണ്ട് ഓഫ് മണി ദാറ്റ് യു ഹാവ് സ്പെൻഡ് ഓർ ലോസ്റ്റ്, അല്ലേ? തനിക്ക് നഷ്ടപ്പെട്ട ആ പൈസ എന്ത് ചെയ്തു? തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഹി ഹാഡ് ടേക്കൺ എ സം ഓഫ് മണി ഫ്രം ദ ഓഫീസ്, സേ ഫോർ എ ഫൈനൽ ഗാംബിൾ ദാറ്റ് ഹി വാസ് അഷ്യൂർഡ് വാസ് സെർട്ടൻ ടു വിൻ, അല്ലേ? അവസാനത്തൊരു പന്തയം വെക്കാൻ വേണ്ടിയിട്ടില്ല. അവസാനമായിട്ട് എന്ത് ചെയ്യാണ്? ഒരു പന്തയം വെക്കാൻ വേണ്ടി തൻ്റെ ഓഫീസിൻ്റെ ഷെൽഫിൽ നിന്ന് എന്ത് ചെയ്തു? അവൻ പണം കട്ടെടുത്തു, മോഷ്ടിച്ചു. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്, തൻ്റെ അവസാനത്തെ ശ്രമം എന്ത് ചെയ്തു? ഹാഡ് ഫെയിൽഡ്, അവിടെ പരാജയപ്പെട്ടു. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ ദാറ്റ് മസ്റ്റ് ഫോളോ, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. അപ്പോൾ താൻ ആ മോഷ്ടിച്ച പൈസ എന്തിനാണ് എടുത്തത്? പൈസ എന്തിനാണ് മോഷ്ടിച്ചത്? വീണ്ടും ബെറ്റ് വെച്ചിട്ട് നഷ്ടം വന്ന പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷേ ആ മോഷ്ടിച്ച പൈസയും എന്ത് ചെയ്തു? പണവും എന്ത് ചെയ്തു? നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് പെട്ടപ്പോൾ ഇവനാകെ എന്തായി? പേടിയായി. ടെറിഫൈഡ്, പേടിയായി, അല്ലേ? ഓഫ് ദ പ്രോസിക്യൂഷൻ, അല്ലേ? പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് പിടിച്ചുകൊണ്ട് പോലെ അറിഞ്ഞാലേ പ്രോസിക്യൂഷൻ that must follow the process of conducting legal proceedings against someone accused for a crime, അല്ലേ? ഒരു ക്രൈമിന്, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നമ്മൾ നേരിടുന്ന നിയമപരമായ നടപടിക്കാണ് എന്ത് പറയുക? പ്രോസിക്യൂഷൻ എന്ന് പറയാം. ഓക്കെ. പ്രോസിക്യൂഷൻ ദാറ്റ് മസ്റ്റ് ഫോളോ. സിക്ക് അറ്റ് ഹാർട്ട്, തൻ്റെ ഹാർട്ട് എന്ത് ചെയ്തു? സുഖത്തിലായി. സങ് ഇൻ ഡെസ്പയർ, ആകെ നിരാശനായി. ഹി ഹാഡ് ഷട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് റൂം ആൻഡ് ടേൺ ഓൺ ദ ഗ്യാസ്, അങ്ങനെ ഈ മെൻ്റലി ഇവനാകെ നിരാശപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ഇവന് സൂസൈഡായി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. റൂം ക്ലോസ് ചെയ്തിട്ട് ആ ഗ്യാസ് എന്ത് ചെയ്തു? അവന് ഓണാക്കി. ഓക്കെ. എ ലോങ് ബാർ ഓഫ് സൈലൻസ് throbbed in the little attic when he concluded this halting confession. Along a bar of silence, and നീണ്ടു നിന്ന ഒരു നിശബ്ദത. throbbed, അല്ലേ?
എന്ത് ചെയ്തു? തുടിച്ചിങ്ങനെ നിന്നു. എന്ത്? ഇൻ ദ ലിറ്റിൽ ആറ്റിക് വെൻ ഹി കൺക്ലൂഡഡ് ദിസ് ഹാൾട്ടിങ് കൺഫെഷൻ. തൻ്റെ കുറ്റസമ്മതം, താൻ എന്ത് ചെയ്യാണ്? താൻ ചെയ്ത കുറ്റം ഇങ്ങനെ സമ്മതിക്കാണ്. ഓക്കെ, ഹാൾട്ടിങ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫെഷൻ എന്ന് പറഞ്ഞാൽ കുറ്റസമ്മതം. ഓക്കെ, ത്രോബഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നിൽക്കുക. ഓക്കെ, എല്ലാം ബാർ ഓഫ് സൈലൻസ് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താണ്? നീണ്ടു നിന്ന നിരാശ. എല്ലാം ബാർ ഓഫ് സൈലൻസ്. ദെൻ ഗ്രഫ്ലി. ഗ്രഫ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് ആൻഡ് റഫ് ആൻഡ് ഫ്രണ്ട്ലി, അല്ലേ? കുറച്ച് റൂഡായിട്ട്, അല്ലേ? കുറച്ച് ഉച്ചത്തിൽ. ഗ്രഫ്ലി ദ സർജൻ ആസ്ക്ഡ് ഹൗ മച്ച് ഹി ഹാഡ് സ്റ്റോളൺ. എത്രയാണ് നീ മോഷ്ടിച്ചതെന്ന് ചോദിച്ചു, അല്ലേ? നീ എത്ര പണമാണ് മോഷ്ടിച്ചത്? 7 pounds 10 shillings, അല്ലേ? 7 pound 10 shillings ആണ് എന്ത് ചെയ്തു ഞാൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. ദ ആൻസർ സൗണ്ടഡ് പിറ്റിഫുൾ. വളരെ ദയനീയമായ ഒരു ഭാഷയിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? 7 pound 10 shillings that I were stolen. Okay. For this paltry sum he had almost thrown away his life. ഈ തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ ലൈഫ് ജീവിതം അവന് അവസാനിപ്പിക്കാൻ നോക്കി, അല്ലേ? തുച്ഛമായ ഫോർ ദിസ് പാൾട്രി സം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സാരമായ തുക. ടു സ്മോൾ ടു ബി കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ഓർ യൂസ്ഫുൾ, അല്ലേ? നിസ്സാര തുകയ്ക്ക് വേണ്ടി എന്ത് ചെയ്തത്? അവൻ്റെ ലൈഫ് കളയാൻ നോക്കിയത്. ഓക്കെ, ദെൻ there was a pause. കുറച്ച് നേരം എന്ത് ചെയ്തു? ഇങ്ങനെ ഉണ്ടാകുന്നു. The three of us, the surgeon, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. അല്ലേ? അവിടെ പോലീസുകാരനെ വേണം എന്ത് ചെയ്യാം? അവനെ അറസ്റ്റ് ചെയ്യാം. ഡോക്ടറിന് അവരുടെ പേരിൽ കേസ് കൊടുക്കാം, അല്ലേ? ലാൻഡേഡിക്ക് എന്ത് ചെയ്യാം? അവരുടെ പേരിൽ പരാതി കൊടുക്കാം. ഇവരെന്ത് ചെയ്തു? കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാകുന്നു. ഓക്കെ, ആകെ വിറ്റ്നസ് ആരാണ്? ഓൺലി, അല്ലേ? സോൺ വിറ്റ്നസ് പറഞ്ഞതാണ് ഓൺലി വിറ്റ്നസ് ഓഫ് ദി നിയർ ട്രാജഡി. ഈ ദുരന്തത്തിന് ആകെ വിറ്റ്നസ് ആരാണ്? സാക്ഷികൾ ആരാണ്? ഈ പറഞ്ഞ 3 പേരല്ലേ ഉള്ളൂ. എജാക് റോണിൻ, ദ പോലീസ് സർജൻ, ദ ലാൻഡ് ലേഡി. ഓക്കെ, ആൻഡ് ദേ ഡിസൈഡഡ് ടു ഗിവ് ദ യങ് മാൻ എ ഫ്രഷ് സ്റ്റാർട്ട്, അല്ലേ? അപ്പോൾ ഈ നടന്ന സംഭവം ആരെയും അറിയിക്കാതെ എന്ത് ചെയ്തു? അവന് പുതിയ തുടക്കം നൽകാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും തീരുമാനിച്ചു. ദ സർജൻ അറ്റ് കൺസിഡറബിൾ റിസ്ക് ടു ഹിസ് ജോബ് resolved means decided to make no report upon the case so that no court proceedings would result. പോലീസുകാരൻ കേസ് എടുത്ത് കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ? പ്രൊസീജിങ്സ് ഒക്കെ ഉണ്ടാവില്ല, കേസ് പ്രൊസീജിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ പോലീസുകാരൻ എന്ത് ചെയ്തില്ല? അവിടെ കണ്ണടച്ചു, കേസ് എടുത്തില്ല. Then the landlady offered a month's free board until he should get upon his feet again. താൻ വീണ്ടും ഒരു നല്ല കാലത്തിൽ വരുമ്പോൾ, അതായത് തൻ്റെ ഒറ്റക്കാലിൽ നിൽക്കാനാവുമ്പോൾ, തനിക്ക് പ്രാപ്തി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? താൻ വാടക അടച്ചാൽ മതി എന്നുള്ള ഇത് ഇളവ് ആര് കൊടുത്തു? നമ്മുടെ ലാൻഡ് ലേഡിയും കൊടുത്തു. ദെൻ വൈൽ ഐ മേക്കിംഗ് പെർഹാപ്സ്, ഇതേ സമയം വൈൽ ഐ മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ, ഒരു ചെറിയ സംഭാവന, came forward with 7 pounds 10 shillings for him to put back in the office safe. താൻ ഓഫീസ് സേഫിൽ നിന്ന് എടുത്ത 7 pounds 10 shillings, അല്ലേ? അത് ആര് കൊടുത്തു? നമ്മുടെ ഡോക്ടർ കൊടുത്തു. തനിക്ക് ആ ഡോക്ടർ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്? സൂയിസൈഡ് വിക്ടിമിന് ഇൻവെസ്റ്റ് ചെയ്തു. ഹൗ മച്ച്? 7 pounds 10 shillings. ഓക്കെ, the ship moved on through the still darkness of the night. ഇപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? കഥ വീണ്ടും ഷിപ്പിലേക്ക് എത്തി, അല്ലേ? അവിടെ കേസൊക്കെ എന്ത് ചെയ്തു? നമ്മുടെ ഡോക്ടർ ഓർത്ത് പറഞ്ഞു. ഓക്കെ, ദെൻ ഷിപ്പ് എന്ത് ചെയ്യാണ്? വീണ്ടും ഇവരെ ഷിപ്പിലല്ല പോകുന്നത്. ഷിപ്പ് എന്ത് ചെയ്ത്? വീണ്ടും അങ്ങനെ പോവാണ്, അല്ലേ? ദ ഷിപ്പ് മൂവ് ഓൺ ത്രൂ ദ സ്റ്റിൽ ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ്. വീണ്ടും രാത്രിയായി. ദർ വാസ് നോ നീഡ് ഓഫ് സ്പീച്ച്. ഇനി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. വിത്ത് എ ടെൻഡർ ജസ്റ്റർ മിസ്സിസ് എസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ്സ് ഹാൻഡ്. വിത്ത് എ ടെൻഡർ ജസ്റ്റർ, എ സോഫ്റ്റ് ജസ്റ്റർ. ജസ്റ്റർ മീൻസ് എന്താണ്? ഒരു ചെറിയ ആംഗ്യം കാണിച്ചിട്ട്, അല്ലേ? മിസ്സിസ് എസ് എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ ഭാര്യ, അല്ലേ? ഇവിടെ സൂയിസൈഡ് വിക്ടിം ആരാണ്? മിസ്റ്റർ ജോൺ ആണ്. ഓക്കെ, അപ്പോൾ ജോണാണ് എന്ത് ചെയ്തത്? ഇവരെ ഹെൽപ്പൊക്കെ ചെയ്തത്. യു ഗെറ്റ് മീ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതിൽ എന്ത് ഞാൻ വീണ്ടും ഒന്ന് പറയാമെന്ന് മാത്രം. വിത്ത് എ ടെൻഡർ ജസ്റ്റർ മിസ്സിസ് എസ് ഹാഡ് ടേക്കൺ ഹർ ഹസ്ബൻഡ്സ് ഹാൻഡ്സ്. എന്തേ ചെറിയൊരു ആക്ഷൻ ഇങ്ങനെ കാണിച്ചായിരുന്നു നമ്മുടെ മിസ്സിസ് എസ്, അതായത് ജോണിൻ്റെ ഭാര്യ. ദെൻ ആസ് വി സാറ്റ് ഇൻ സൈലൻസ്, കുറച്ചു നേരം എന്ത് ചെയ്തു? ഞങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നു. Then I could not but reflect that it was the best investment I had made in my life.
ഓക്കെ, എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ബട്ട് റിഫ്ലക്ട് ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാഡ് മെയ്ഡ് ഇൻ മൈ ലൈഫ്. തൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതായത് കറക്റ്റ് സമയത്ത്, ടൈമിലി ആക്ഷൻ ഓഫ് ദ ഓതർ എന്ന് പറയാൻ കാരണം എന്താണ്, കറക്റ്റ് സമയത്ത് എന്ത് ചെയ്തു, ആ ഡോക്ടർ £7.10 ആർക്ക് കൊടുത്തു, ആ സൂയിസൈഡ് വിക്ടിമിന് കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല നിക്ഷേപം എന്ന് അദ്ദേഹം പറയാം. കാരണം എന്താ നമുക്ക് നോക്കാം. ഇറ്റ് ഹാഡ് പെയ്ഡ് മീ നോ ഡിവൈഡൻസ് നോ വേൾഡ്ലി ഗുഡ്സ്. അല്ലേ, ഒരു ഭൗതിക അല്ലെ എന്താ പറയുന്നത്, ഒരു ഭൗതിക വസ്തുവായിട്ടൊന്നും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല അല്ലേ, അതായത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ബട്ട് ഹാഡ് ടേൺഡ് ഔട്ട് ടു ബി ഇമ്മൻസ്ലി പ്രോഫിറ്റബിൾ. തനിക്ക് വലിയൊരു പ്രോഫിറ്റ് തന്നെയാണ് എന്ത് ചെയ്തത്, അത് തന്നത്. കാരണം എന്താണ്, ഒരാളെ ജീവൻ വരെ മാറ്റിമറിക്കാൻ എന്തിനു സാധിച്ചു, നമ്മുടെ ഡോക്ടറെ ആ പ്രവൃത്തി സാധിച്ചു അല്ലേ. ട്രാൻസ്ഫോംഡ് എ യങ് മാൻസ് ലൈഫ് അല്ലേ, ദ ടൈംലി ആക്ഷൻ ഓഫ് ദ ഓതർ. കറക്റ്റ് സമയത്താണ് എന്ത് ചെയ്തത്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം അവൻ എന്ത് ചെയ്തു, ഇന്ന് വലിയൊരു ആളായിട്ട് ആര് മാറി, മിസ്റ്റർ ജോൺ ആ സൂയിസൈഡ് വിക്ടിം മാറുകയാണ്. ഓക്കെ, ദെൻ ഇറ്റ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ആൾ ദ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഐ ഹാഡ് മെയ്ഡ് ത്രൂ ഔട്ട് ദ ഇയേഴ്സ് ദോസ് ഫൂളിഷ് സ്പെക്കുലേഷൻസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ അല്ലേ. അപ്പോൾ താൻ ഇത്രയും കാലം നടത്തിയ നിക്ഷേപങ്ങളൊന്നും എന്താണ് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല അല്ലേ. അതൊക്കെ എന്താണ്, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമാണ് അല്ലേ. സ്പെക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ലാഭം ആഗ്രഹിച്ചുകൊണ്ടുള്ള നിക്ഷേപം മാത്രമാണ്. ഇതിന് ലാഭം എങ്ങനെ ഉണ്ടായത്, ഇതിന് ലാഭം കിട്ടിയിട്ടുണ്ടോ, ലാഭം കിട്ടിയില്ല. പക്ഷെ എന്താണ്, ഒരു മനുഷ്യത്വപരമായ കാര്യം ആർക്ക് ചെയ്യാൻ സാധിച്ചു, നമ്മുടെ ഡോക്ടർക്ക് എ.ജെ. ക്രോണിന് ചെയ്യാൻ സാധിച്ചു. ദെൻ പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ അല്ലേ. എന്താണ്, നമ്മൾ ലാഭം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നമുക്ക് എന്താ നൽകുക, പ്രൊഡ്യൂസിങ് ആങ്സൈറ്റി അല്ലേ, ഉത്കണ്ഠ. പിന്നെന്താണ്, നെക്സ്റ്റ് വൺ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ അല്ലേ. പിന്നെന്താണ്, ഫ്രസ്ട്രേഷൻ, തകർച്ച അല്ലേ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ, ലാഭം ആഗ്രഹിച്ചുകൊണ്ടുള്ള നിക്ഷേപങ്ങൾ നമുക്ക് തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. 10th question, what did the doctor do to save the life of the young man? അതായത് യങ് മാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്താണ് ചെയ്തത്. Then utterly friendless, he had fallen victim to the low society of the streets. What does the author mean by this statement? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, utterly friendless അല്ലേ, എന്താണ്, തികച്ചും കൂട്ടുകാരൊന്നും ഇല്ലാതെ. he had fallen victim to the low society, ഒരു മോശമായ സൊസൈറ്റിയിൽ ഇരയായിട്ട് ആര് മാറി, ഇതേ മാറി എന്ന് പറഞ്ഞു. ഈ രണ്ട് സെൻറ്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു. Then 12th one, why did the young man try to commit suicide? എന്തിനാണ് സൂസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്, സുഖമാണ് അല്ലേ. why does the author say that it was the best investment he had ever made? താൻ നിക്ഷേപിച്ചതിൽ വെച്ചും ഏറ്റവും വലിയ നിക്ഷേപമായിരുന്നു അത് എന്ന് ഡോക്ടർ പറയാൻ കാരണം എന്താണ്, അതാണ് എഴുതേണ്ടത് കേട്ടോ. Then the surgeon, the landlady and the narrator helped the young man complete the following table. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലെ വർക്കുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇനി ചെയ്യുന്നത് സ്കൂളിൽ നിങ്ങൾ ഇതിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വീണ്ടും 2 വട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡൗട്ട്സുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ കിട്ടാത്ത കാര്യങ്ങൾ, സ്കൂളിൽ നിങ്ങൾക്ക് ഗ്രാമർ പാർട്ടിലോ ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാമർ പാർട്ടിലോ ഏതിലേക്ക് സംശയങ്ങൾ എന്ത് ചെയ്യണം, സാറോട് ചോദിച്ചേ പറ്റൂ. നമുക്കിനി അധികം സമയമൊന്നുമില്ല, എക്സാം എത്രയും പെട്ടെന്ന് ഉണ്ടാവും തന്നെ വിചാരിക്കാം കേട്ടോ. എനിവേ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.